ജാതി എന്ന് പറയുന്നത് നമ്മളിവിടെ പഴയകാലത്ത് ഡോക്യുമെൻറ്റുകൾ പഠിക്കുന്ന സമയത്ത് ജാതിപരമായ വിദ്യാഭ്യാസ നിരോധനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി ഇതിനെക്കുറിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്ന ധരംപാൽ, അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ പഠിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 50% ശൂദ്രർ പഠിക്കുന്നതായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലുണ്ടായിരുന്ന ഈ വർണ്ണ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാവുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർണ്ണവും ജാതിയും രണ്ടാണ് എന്നത് എല്ലാവരും ഇപ്പം അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അംഗീകരിച്ച് വരുന്നുണ്ട്. അത് കാരണം നിരന്തരം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് പറയുന്നത് കൊണ്ട് മനസ്സിലായി വരുന്നുണ്ട്. പക്ഷേ പുതിയ പഠനങ്ങൾ പറയുന്നത്, അത്ഭുതകരമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ജാതിയും ബ്രിട്ടീഷ് സെൻസസുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇവിടുത്തെ തൊഴിൽ വ്യവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ വ്യവസ്ഥയല്ല പിന്നീട് നമ്മൾ കാണുന്ന ഒരു തൊഴിൽ വ്യവസ്ഥ. കാരണം അവർക്ക് ക്ലർക്കുമാർ വേണം, അവർക്ക് മാനേജേഴ്സിന് വേണം. അവരുടെ ഒരു മോഡസ് ഓപ്പറേണ്ടി വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഈയിടെ ഒരു പഠനം വന്നത്, നല്ലൊരു പുസ്തകമാണ്, കാസ്റ്റ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഈ ജാതീയത ശക്തിമാക്കി എടുക്കാൻ വേണ്ടി ഈ ഇന്ത്യയിൽ. കാസ്റ്റ് ഓഫ് ദ മൈൻഡ് എന്നുള്ളത് വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം എനിക്ക് പോലും ഉണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകൾ അതല്ല, എങ്ങനെ അതുണ്ടായി, സെൻസസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ട്രൈബ്സിനെ ഇതിലേക്ക് ചേർത്തത്, അപ്പോൾ അവർ എന്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകേണ്ടി വരുന്നു. കാരണം ഈവൻ അറ്റ് ദാറ്റ് പോയിൻറ്റ് ഇന്ത്യയിലൊരു ജാതിപരമായ വിള്ളലുണ്ടാകുന്നത് സാംസ്കാരിക വിള്ളലിന് വലിയ ഗുണം ചെയ്യും എന്ന് ബ്രിട്ടീഷുകാരന് അറിയാം. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ അതേസമയം ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് സാംസ്കാരികമായ അതിൻ്റെ ശക്തി സ്രോതസ്സുകൾ കംബോഡിയയിൽ നമുക്ക് കാണാം, മലേഷ്യയിൽ നമുക്ക് കാണാം, ഇന്തോനേഷ്യയിൽ കാണാം, സുമാത്രയിൽ കാണാം, ബാലിയിൽ കാണാം. പിന്നെ ബാലി ഇന്തോനേഷ്യൻ്റെ ഭാഗമാണെങ്കിൽ പോലും കാണാം. പിന്നെ സ്കാൻഡിനേവിയയിൽ കാണാം, പിന്നെ അർമേനിയയിൽ കാണാം, ഇറാനിൽ കാണാം. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ നമ്മളൊരു സാംസ്കാരിക റൂട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ അതെത്തി? അതൊന്ന്. രണ്ടാമതൊരു പ്രശ്നം, വിദേശീയർ ഇന്ത്യയെ ആക്രമിച്ചിരുന്നുണ്ട്. അതിശക്തമായി ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് നമുക്ക് എന്തായ ഒരു വലിയ പ്രശ്നം, അപ്പോൾ ബ്രാഹ്മണർ മാത്രം പോയിട്ട് യുദ്ധം ചെയ്യണോ? ക്ഷത്രിയർ മാത്രം ഒരു വേള കുറച്ചു നേരം ബ്രേക്ക് എടുത്തിട്ട് ക്ഷത്രിയർ മാത്രം യുദ്ധം ചെയ്ത് വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ശൂദ്രന്മാർ പോയി യുദ്ധം ചെയ്തു. പിന്നെ അത് കുറേ ബ്രേക്ക് എടുത്ത് കുറച്ച് വൈശ്യന്മാർ പോയി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുമോ? ഉണ്ടാവില്ലല്ലോ. ഏതാണ്ട് 700-800 കൊല്ലം നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള രാജാക്കന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സിസ്റ്റം എന്താ? ആ സമയത്ത് നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ തോൽപ്പിച്ച് ഓടിച്ചത്? അപ്പോൾ അവിടെ അന്ന് ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം എന്താണ്? അത് നമ്മൾ അങ്ങനെ ഒരു സ്റ്റഡി നടക്കുന്നേ ഇല്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ് ഒന്ന്. അപ്പോൾ അത് വർണ്ണപരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, വർണ്ണം ഒരിക്കലും ജാതിയല്ല എന്നുള്ളത് ഞാൻ എത്രയോ പുസ്തകങ്ങളിൽ കൂടി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് പിന്നെ ബ്രാഹ്മണൻ്റെ അല്ലെങ്കിൽ ശൂദ്രൻ്റെ മക്കൾ എങ്ങനെയായിത്തീരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണനും ശൂദ്രനും തമ്മിൽ ഉണ്ടാകുന്ന ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ വേദവ്യാസനാകാൻ പറ്റും എങ്കിൽ നമുക്കിവിടെ അങ്ങനത്തെ യാതൊരു സംഗതിയും, ഒരുപാട് ഉദാഹരണങ്ങൾ, ഐതരേയ ഗീതാസൻ്റെയൊക്കെ ഒത്തിരി ഉദാഹരണം നമുക്ക് കണ്ടക്ച്വലി നേരത്തെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇപ്പോൾ അതിന് ഉദാഹരണമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ട്. 1857 ശേഷം മഹർഷി ദയാനന്ദ സരസ്വതി വന്ന ശേഷം നിരവധി ആളുകൾക്ക് പൂണൂലിട്ടു, ബ്രാഹ്മണനാക്കി. അത് വ്യാപകമായി ആര്യസമാജം എന്ന പേരിൽ പ്രവർത്തനം തന്നെ ഇന്ത്യയിൽ നടക്കുന്നു. കുമാരനാശാനൊക്കെ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മഹർഷി ദയാനന്ദ. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ആര്യസമാജത്തിന് നമുക്ക് സ്വീകരിച്ചുകൂടാ? കുടുമയും വെച്ച് പൂണൂലിട്ട് വേദം പഠിക്കുന്ന ജാതീയതയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ദയാനന്ദനെ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ
എന്ന് മഹർഷി ഈ കുമാരനാശൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അല്ലാത്തൊരു നെറേറ്റീവ് ഉണ്ട്, ചൂഷണത്തിൻ്റെയും മറ്റതിൻ്റെയൊക്കെ ഒരു വലിയ നെറേറ്റീവ് നമ്മൾ നടക്കും. ഒപ്പം തന്നെ നമ്മൾ ഇതും കൂടി പഠിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സാമ്പത്തിക വീക്ഷണത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഭാരതത്തിൽ എങ്ങനെയായിരുന്നു 15-ാം നൂറ്റാണ്ടിൽ? 15-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ 26% GDP, ലോകത്തിൻ്റെ മൊത്തം GDPയുടെ 26% ഇന്ത്യയാണ് കോൺട്രിബ്യൂട്ട്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന 2 പ്രധാന രാജവംശങ്ങളാണ്. ഒന്ന് മുഗളും, മറ്റേത് കൃഷ്ണദേവരായരൊക്കെ ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ്റെ വിജയനഗര എംപയറുമാണ്. അപ്പോൾ ആ 2 എംപയറും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തത് 25-26%. അത് ആംഗസ് മാഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള വിഖ്യാതനായിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നതിന് കാരണം ഇന്ത്യ വരും ഭാവിയിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവും, അതിനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്, ഭാരതത്തിനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് പഠനം നടത്തിയപ്പോൾ 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ചൈനയും ഇന്ത്യയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എൻറ്റയർ വേൾഡിൻ്റെ 50%-ലധികമാണ്. ആ സമയത്ത് ബ്രിട്ടീഷുകാരൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1.5 ആണ് GDP. അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അന്ന് എന്തായിരുന്നു? അത് കണ്ടാണ് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും സ്പാനിയാർഡ്സും ഒക്കെ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ വന്നു, അത് അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ അപ്പോൾ എന്തായിരുന്നു വ്യക്തികളുടെ ജീവിതം? വ്യക്തികളുടെ ലൈഫിൽ നിരാസം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നില്ല. പണത്തെ നിരാകരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഈ വേദാന്തം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ വേദാന്തം ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു തലമാണ്. നമ്മുടെ കലകളിലും നമ്മുടെ വാസ്തുവിദ്യയിലും അതുപോലെ തന്നെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ നമുക്ക് ഒരു ആധ്യാത്മികതയുണ്ട്. അത് നമ്മൾ അതിനായിട്ടൊരു പ്രത്യേകത പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ഭാരതം നമ്മളിവിടെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളെ പഠിപ്പിച്ച് നമ്മൾ ലോകത്തെ ഏറ്റവും മുഖ്യമായ കമ്പനികളിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ബ്രെയിൻ ഡ്രെയിൻ എന്ന പേരിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ഗൂഗിൾ ഉണ്ടായേനെ. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗൂഗിളോ ഒരു ഫേസ്ബുക്കോ നമുക്ക് ഇൻസ്റ്റാഗ്രാമോ നമുക്കില്ല എന്നത്, അതായത് ഭാരതത്തിന് സ്വന്തമായിട്ടില്ല എന്നത് നമ്മൾ ദുഃഖിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതൊരു പ്രധാന ഘടകവുമാണ്. കാരണം നമുക്ക് ഇപ്പോൾ ആശ്രയിക്കാൻ ആ ഒരു ഓപ്പറേഷൻ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കാരണം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റത്തെ നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മളുള്ളതൊരു വിദേശ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മൾ സ്വീകരിക്കുന്നത് മോസ്റ്റ്ലി. എന്ന് പറഞ്ഞാൽ വിദേശത്തെ എഡ്യൂക്കേഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവരൊരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്, കാലാകാലങ്ങളിൽ അവരെങ്ങനെയാണ് കണ്ടിരുന്നത്, നമ്മളെങ്ങനെയാണ് കണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഒരു ഫിനാൻസിനെ കാണുന്നത്, നമ്മുടെ സാമ്പത്തിക രീതിയെ നമ്മളെങ്ങനെയാണ് കണ്ടത്, വ്യക്തി എങ്ങനെയാണ് കാണുന്നത്, ഒരു സമാജം എങ്ങനെയാണ് കാണുന്നത്, രാഷ്ട്രം എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ സുരക്ഷിതം എന്ന് പറയാവുന്ന ഒന്നവനല്ലേ. അപ്പോൾ നമ്മളെ ശ്രീസൂക്തത്തിൽ പറയുന്നത് ഹിരണ്യവർണ്ണാം ഹരിണിം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ആ സൂക്തത്തിൽ നമുക്ക് നൽകുന്നൊരു സന്ദേശം എന്താ വെച്ചാൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്, ഐദർ ഗോൾഡ് ഓർ സിൽവർ. പിന്നെ ആരാണ്? ലക്ഷ്മി ഭൂമിദേവിയാണ്. അപ്പോൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഒരു കാലത്തെ നമ്മുടെ ഒരു നീതി ഉണ്ടായിരുന്നു. വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമുണ്ട് അതിനകത്ത്. അതായത് ഇന്ന് ആളുകൾക്ക് സാമ്പത്തികമായ ക്രയവിക്രയ സംവിധാനങ്ങളിൽ കാഴ്ചപ്പാടില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നെടുനാളായിട്ടുള്ള വിദേശീയരുടെ ആക്രമണം കൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നൊരു സാമ്പത്തിക സിസ്റ്റം ഇല്ലാതായിപ്പോയി. അപ്പം നമുക്ക് നേരത്തെ മാർവാടികളുടെ ഇടയിലുള്ള സാമ്പത്തിക സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അവരെ യുഗങ്ങളായിട്ട് അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് ഒരേ സിസ്റ്റത്തിലൂടെ ഫോളോ ചെയ്യാനും അതിൽ കൂടി അവർക്ക് വിജയിക്കാനുള്ളൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ പുതിയ എഡ്യൂക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു കോൺഫ്രണ്ടേഷൻ സംഭവിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ എവിടെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഇപ്പോൾ ഇലോൺ മസ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വിഷയത്തിൽ മാത്രമായിട്ട്
ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പല വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. എന്ന് പറയുമ്പോൾ നോക്കൂ, നമുക്കത് മനസ്സിലാക്കാൻ കാര്യം വെച്ചാൽ ഈ ഇലക്ട്രോണിക്കലായിട്ടുള്ള ബാറ്ററി ഒരു സ്ഥലത്താണ്, പിന്നെ പെട്രോൾ ഒഴിക്കുന്ന കാർ ഒരു സ്ഥലത്താണ്. ഇതിൽ രണ്ടിനെയും കൂടി ഫുള്ളി ഒരു സ്ഥലത്ത് എത്തിച്ചു. അപ്പോൾ അത് ടെസ്ല എന്ന് പറയുന്ന കാറുണ്ടായി. ഇത് ഭാരതത്തിന് മുമ്പുണ്ടായിരുന്നു. ഭാരതത്തിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ ഈ രാസപ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരു മോണുമെൻ്റ് ഉണ്ടാക്കുന്നിടത്ത് ഉപയോഗിക്കുന്നത്, പാറകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഇവിടെ ഞങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള പിന്നെ മരമോ മറ്റു വസ്തുക്കളോ എടുക്കാതെയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്, പാറ മാത്രം. അപ്പോൾ അവിടെ ഇത് പറയണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ വിദ്യ ഇവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല. കാരണം ഒരു പക്ഷേ നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഈ മരങ്ങളെയും ഒക്കെ നമ്മൾ വനസ്പതികളെയൊക്കെ നമ്മൾ വളരെ നമിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉപയോഗിക്കാതിരുന്നത്. പക്ഷേ സ്റ്റിൽ ആ എഴുത്ത് അവിടെ ഉണ്ട്, സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഇവർ ഇത്തരം കാര്യങ്ങളെ ബ്ലണ്ട് ചെയ്തത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ എംബ്രിയോളജിയെക്കുറിച്ച് നമുക്ക് കാണാനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കൊത്തി വച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബീജവും അണ്ടവും തമ്മിൽ യോജിക്കുന്നത്, അതെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കുട്ടി വളരുന്നത്, അതെങ്ങനെയാണ് പ്രസവിക്കുന്നത് തുടങ്ങിയ ഒരു ക്ഷേത്രത്തിലെ ചിത്രങ്ങളായി വരച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ആ ക്ഷേത്രം എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും? പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ടാവാം, അല്ലേ? അപ്പോൾ അതുപോലെ രാശികളെക്കുറിച്ച്, അതായത് ഞാൻ പറയുന്നത് ഈ ആധുനിക ജ്യോതിഷത്തെക്കുറിച്ചല്ല, ഈ മിൽക്കി വേയെക്കുറിച്ച്, പിന്നെ ഗ്രേറ്റ് ബീറിനെ കുറിച്ചും, പിന്നെ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച്, ഓറിയോൺ എന്ന് പറഞ്ഞിട്ട് വേട്ടക്കാരൻ എന്നൊരു സങ്കല്പമുണ്ട്. വേട്ടക്കാരൻ, അപ്പോൾ വേട്ടക്കാരൻ എന്നുള്ള സങ്കല്പത്തിൽ നമുക്കത് വേട്ടയ്ക്കൊരു മകനുമാണ്. നമുക്ക് വേട്ടയ്ക്കൊരു മകനുണ്ട്. വേട്ടയ്ക്കൊരു മകൻ പാട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേട്ടക്കാരൻ എന്ന നക്ഷത്ര സമൂഹത്തിലാണ് തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രമുള്ളത്. ആ തിരുവാതിര നക്ഷത്രം ശിവനുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ്. ശിവൻ്റെ അവതാരമാണ് വേട്ടയ്ക്കൊരു മകൻ. അപ്പോൾ അവിടെ നമുക്ക് വേട്ടയ്ക്കൊരു മകൻ്റെ ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് നേരെ ആകാശത്തേക്ക് നോക്കിയാൽ ആ സമയത്ത് നമുക്ക് ഇത് കാണാം. ഈ പറയുന്ന വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തെ കാണാം. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇതിനെ ഉൾക്കൊള്ളിച്ചത്? അപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ? ഡീറ്റെയിൽ ചെയ്തു. ഒരു സംഗതി എങ്ങനെയാണ്, എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ചെയ്തു. പക്ഷേ ഇന്ന് നമ്മൾ പണം എന്താണ്, എവിടെയാണ് ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നത്. അതായത് പണം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല. പണത്തിന് രണ്ട് പ്രധാന വശങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ക്രയവിക്രയ രീതി. അതിനെ നമുക്ക് മണി IQ എന്ന് വിളിക്കാം. നമ്മൾ ഓഹരി മാർക്കറ്റിൽ ചെയ്യുന്നു, ഞങ്ങൾ ഓഹരി വർക്ക് എങ്ങനെ എത്ര കൂടിയാൽ ഇങ്ങനെയാവും, സ്വർണത്തിൻ്റെ ബോണ്ട് വാങ്ങിയിടുന്നു, ഇതൊക്കെ. വേറെ ഒന്ന് മണിയുടെ വൈകാരിക സമീപനമാണ്. വൈകാരികമായി പണത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്? ഇപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം ഉറുപ്പിയുണ്ട്, ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇതെൻ്റെ വൈകാരിക തലമാണ്. അതായത് ഇവിടെ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ 50 ലക്ഷത്തിന് ഞാൻ പോയിട്ട് 29 ലക്ഷം ഉറുപ്പിയുടെ ഒരു കാറ്, പിന്നെ ഈ 20 ലക്ഷം ഉറുപ്പിയുടെ ഒരു വാച്ച്, 5 ലക്ഷം ഉറുപ്പിയുടെ വേറൊരു സംഗതി, ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങി അത് 50 ലക്ഷം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതൊരു വൈകാരിക തലമാണ്. കാരണം നമ്മൾ സ്പെൻഡറാണ്, നമ്മൾ സേവറല്ല, നമ്മളൊരു സ്പെൻഡറാണ്. പക്ഷേ ഭാരതീയമായൊരു പരിപ്രേക്ഷ്യത്തിൽ വരുമ്പോൾ ഇതിന് മാറ്റം വരും. ഭാരതത്തിൽ ഇതിൻ്റെ രീതി എവിടെയാണെന്ന് വെച്ചാൽ ധനം കസ്യ സിദ്ധാണ്. ഇത് ധനം ആരുടെയാണെന്നാണ് ചോദ്യം. ഈ ധനം ആരുടെയാണ്? എൻ്റെയാണോ? കാരണം ഞാൻ വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ ധനമല്ല, ശരീരം എന്ന് പറയുന്ന ഒരു ധനം മാത്രമേ ഉള്ളൂ. ആ ധനത്തിൽ പ്രാണനാണ് ധനം. ആ ശരീരത്തിലെ പ്രധാന ധനം എന്ന് പറയുന്നത് പ്രാണനാണ്. ആ പ്രാണൻ പോയാൽ നമ്മൾ ഇതിന് പറയുന്നത് നിധനം എന്നാണ്. ധനം പോയി എന്നർത്ഥം. അപ്പോൾ ധനമില്ലാത്തത്. ഇപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ ധനം എന്താണ്? പ്രാണനാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനാണ് ധനം. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പുരുഷാർത്ഥ ചതുഷ്ടയം എന്നൊരു സംഗതിയുണ്ട്. ഇല്ലാത്തത് ഉണ്ടാക്കുക. എ മാൻ മസ്റ്റ് ഡു. ഇല്ലാത്തത് ഉണ്ടാക്കുക.
ഉള്ളത് ഉള്ളത് വർദ്ധിപ്പിക്കുക, ഇല്ലാത്തത് ഉണ്ടാക്കുക, ഉള്ളത് വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ചതിനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇല്ലാത്തത് ഉണ്ടാക്കണം, ഉള്ളതിനെ സംരക്ഷിക്കണം, സംരക്ഷിച്ചതിനെ വളർത്തണം, വളർത്തിയതിനെ ദാനം ചെയ്യണം. 4 സിസ്റ്റം ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ഭാരതീയ ക്രമത്തിലല്ല ഉള്ളത്. ഇപ്പോൾ ഭാരതീയ ക്രമത്തിലല്ലാത്ത ഒരാൾ പിന്നീട് പ്രാർത്ഥനകൾ നടത്തിയതുകൊണ്ട് ധനം വരും എന്ന് വിചാരിക്കരുത്. പ്രാർത്ഥന മാത്രമല്ല ഇഷ്യൂ. ഈ EQ ഉണ്ടല്ലോ, നമ്മളൊരു മണി EQ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, ഇല്ലാത്തത് ഉണ്ടാക്കണം, അത് മസ്റ്റാണ്. ഇല്ലാത്തത് ഉണ്ടാക്കണം. എനിക്ക് അച്ഛൻ 10 സെൻറ്റ് സ്ഥലം തന്നു, അത് ഉള്ളത് സംരക്ഷിക്കുക. അവിടെ ആ 10 സെൻറ്റിനോട് ചേർത്ത് 20 സെൻറ്റ് വാങ്ങിയിടുമ്പോൾ ഇല്ലാത്തത് ഉണ്ടാക്കി. അപ്പോൾ ധനം നമുക്ക് ക്രമികമായിട്ട് ഉണ്ടായി വരും, കൂടുതൽ ഉണ്ടായി വരും. ഉള്ളതിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളെ ഫാമിലി, നമ്മൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത് ദാനമല്ല, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അവർ ഡ്യൂട്ടി. പിന്നെ നമ്മൾ നിയറസ്റ്റ് റിലേറ്റീവ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവരെ നമ്മളെപ്പോഴും ഇതൊന്നും ദാനത്തിൽപ്പെടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ദാനത്തിൽപ്പെടുന്നില്ല. ദിസ് ഈസ് അവർ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്. ദാനം എന്ന് പറയുന്നത് ആർക്കാണോ വീക്കായിട്ടിരിക്കുന്ന സെക്ഷൻ അവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം, അവരിലേക്ക് അത് അവരെത്തിച്ചു കൊടുക്കുക, അത് നമ്മൾ 10-1 കൊടുക്കണം. അപ്പോൾ ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓരോരുത്തർക്കും എനിക്കെത്ര സേവ് ചെയ്യണം, എൻ്റെ സന്തോഷത്തിന് ഞാൻ എത്ര ജീവിക്കണം, ഞാൻ എന്തൊക്കെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കരുതേണ്ട ധനം, ഇത് ഇങ്ങനെ മുഴുവൻ ഉപയോഗിച്ച് കളയേണ്ടതാണോ, ഇതിനൊരു ചോദ്യം വരും. കാരണം പലതരത്തിലുള്ള സാമ്പത്തിക സ്വഭാവമുള്ളവരുണ്ട്. ചിലർ പിശുക്കന്മാരായിരിക്കും, ചിലർ കൈ കിട്ടുന്ന മുഴുവൻ ധാരാളിയായിരിക്കും, ചില ആളുകൾ സന്യാസികളെ പോലെ ആയിരിക്കും പൈസയുടെ കാര്യത്തിൽ ചിലവാക്കാനെന്ന് പറഞ്ഞത്. അതൊക്കെ ഭാര്യനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഭർത്താവിനെ ഏൽപ്പിക്കും. എനിക്കത് അറിയേണ്ട കാര്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അത് കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെയുള്ളൊരു വിഭാഗക്കാർ, ഇങ്ങനെയുള്ള ഓരോ ചില കൈ കിട്ടുന്നതിന് മുമ്പ് ചിലവഴിക്കുന്നത്, സ്പെൻഡർ, ഫുൾ പൈസ ചിലവാക്കുന്നവർ. അപ്പം ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴും അവർക്കൊരു വ്യവസ്ഥ, നിങ്ങളിത് ചെയ്യണം, പുരുഷാർത്ഥ ചതുഷ്ടയം പാലിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാൻ ഒരു എമൗണ്ട് മാറ്റി വയ്ക്കണം, എനിക്ക് ജീവിക്കാൻ ഒരു എമൗണ്ട് വേണം, ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ജീവിക്കാൻ എനിക്കൊരു പണം വേണം, എൻ്റെ ആഗ്രഹങ്ങളും സഫലീകരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ബാക്കിയൊരു പണം വരും, അത് ഞാൻ ദാനം ചെയ്യണം. അപ്പോൾ ഇതിൽ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ പെടും. അതിനാണ് നമ്മൾ ബലി വൈശ്വദേവ യജ്ഞം എന്നാണ് പറയുക. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പക്ഷേ ഇന്ന് പരിപൂർണമായിട്ട് തകർന്നു പോയത് കൊണ്ട് ഇമോഷണലായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. അത് നമ്മളുടെ ഇടയിൽ സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കും. കാരണം ലിക്വിഡ് മണിയാണ് ആളുകൾക്ക് വേണ്ടത്, അസറ്റുകളല്ല.